വെൽക്കം ടു ദ ഹൈ പെർഫോമൻസ് പോഡ്കാസ്റ്റ് ഹോസ്റ്റഡ് ബൈ ഡോക്ടർ പോൾ ബി മാത്യു. നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എങ്ങനെ ഹൈ പെർഫോമർ ആയി മാറാൻ സാധിക്കും? നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സമയവും നാം ചെലവഴിക്കുന്നത് ഓഫീസുകളിലാണ്. എന്നാൽ അവിടെ എങ്ങനെ ഹൈ പെർഫോമറായി മാറാൻ സാധിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ബന്ധങ്ങളിൽ എങ്ങനെ ശ്രദ്ധ ചെലുത്തണമെന്നും അതിലൂടെ എങ്ങനെ നമ്മുടെ കരിയറിലും പ്രൊഫഷനിലും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. റിലേഷൻഷിപ്സ് ഇൻ ഓഫീസ്, അതിലൂടെ എങ്ങനെ ടീമുകളെ ബിൽഡ് ചെയ്യാം, എങ്ങനെ നമ്മുടെ പേഴ്സണലി പ്രൊഫഷണലി ഗ്രോ ചെയ്യാമെന്നുള്ളതാണ്. നമ്മളൊപ്പം സുപരിചിതനായ ഡോക്ടർ മനു മെലു ജോയിയാണുള്ളത്. വെൽക്കം ഡോക്ടർ മനു ടു ദിസ് താങ്ക് യു. കാസ്റ്റ്. യെസ്, നമ്മുടെ റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ പ്രൈമറി റിലേഷൻഷിപ്സ് ഉണ്ട്. അത് വീട്, മക്കൾ, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ. അതെ. പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസുകളിലുള്ള റിലേഷൻഷിപ്പ്. അതെ. പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് റിലേഷൻഷിപ്സ് നമ്മുടെ കോച്ച് മെൻറ്ററുമായിട്ടുള്ളത്. അതെ. ഇതിൽ മനുഷ്യർ ഭൂരിഭാഗവും സമയം ചെലവിടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഓഫീസാണ്. അതെ. പകൽ സമയം അതല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയത്തിൻ്റെ നല്ലൊരു ഭാഗവും ചിലവാക്കുന്നത് ഓഫീസുകളിലാണ്. തീർച്ചയായും അതാണ് ആളുകളുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഇൻകവും ഒപ്പം തന്നെ സന്തോഷവും കിട്ടുന്നത്. വർക്ക് ഈസ് വർഷിപ്പ് എന്നെല്ലാം പറയും. അതെ. അതെ. നമുക്ക് സന്തോഷമുള്ള ജോലി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലൊരു പെർഫോമർ ആകാൻ സാധിക്കില്ല, സന്തോഷ ജീവിതം നേടുവാൻ സാധിക്കില്ല. ഇന്ന് നമുക്ക് ആ വിഷയത്തിൽ സംസാരിക്കാം. ഞാൻ എൻ്റെ പോഡ്കാസ്റ്റുകളെല്ലാം ആളുകളെ എങ്ങനെ എംപവർ ചെയ്യാൻ സാധിക്കും, ഏത് മേഖലയിലാണോ, അത് ഫാമിലി ആയിക്കൊള്ളട്ടെ, ഓഫീസ് ആയിക്കോട്ടെ, സൊസൈറ്റി ആയിക്കൊള്ളട്ടെ, അവിടെ ടോപ്പ് പെർഫോമറായി മാറാൻ സഹായിക്കുന്ന കോച്ചിങ്ങാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ ഒരു വ്യക്തിക്ക് ഏറ്റവും മികച്ച പെർഫോമറായി മാറുവാൻ സാധിക്കും. ഞാനൊരു എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല പെർഫോമറായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ആ ഓർഗനൈസേഷനിലെ ബെസ്റ്റ് പെർഫോമറായിരുന്നു. പല പ്രാവശ്യം അദ്ദേഹത്തിന് ഏറ്റവും നല്ല പെർഫോമർ എന്നുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. പെർഫോമൻസ് അപ്രൈസിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് എംപ്ലോയിയാണ്. ഓക്കെ. ചില സമയങ്ങളിൽ കമ്പനിയുടെ സിഇഒയും പ്രസിഡൻറ്റും എല്ലാം വന്ന് അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം എന്ത് സംഭവിച്ചെന്നറിയാമോ? എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി അദ്ദേഹത്തെ ആ കമ്പനിയിൽ നിന്ന് അവർ പറഞ്ഞു വിട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: ഐ വാസ് ദ ടോപ്പ് പെർഫോമർ ഇൻ ദ ഓർഗനൈസേഷൻ ഫോർ ലോങ് ഇയേഴ്സ്. ഐ വാസ് ക്രിയേറ്റിംഗ് ലോട്ട്സ് ഓഫ് ഇമ്പാക്ട്, ബട്ട് ഐ ഫെയിൽഡ് ഇൻ ബിൽഡിംഗ് ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് മൈ കൊളീഗ്സ്. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമൊന്നും അല്ലാതെ കൂടെയും എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരും ഉണ്ടായില്ല. ഐ വാസ് ഓൺലി ഫോക്കസിങ് ഓൺ ബിൽഡിംഗ് മൈ സ്കിൽസ്, ബട്ട് ഐ ഫെയിൽഡ് ഇൻ മൈ റിലേഷൻഷിപ്സ്. അപ്പോൾ അതൊരു വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഈ കാലഘട്ടങ്ങളിൽ നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഹൗ ടു ബിൽഡ് റിലേഷൻഷിപ്സ് ഇൻ ഓർഗനൈസേഷൻ. തീർച്ചയായും. അത് നമ്മൾ ചിലപ്പോൾ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയും, ഇമോഷണൽ ക്യാപിറ്റൽ എന്ന് പറയും. എത്രമാത്രം പ്രാധാന്യമാണ് ആ ഒരു ചോദ്യത്തോടെ ആരംഭിക്കാം. വെദർ ഇറ്റ് ഈസ് സ്കിൽ ഓർ റിലേഷൻഷിപ്പ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഓർഗനൈസേഷൻ. നമ്മൾ ലോക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ചരിത്ര വിജയങ്ങളുടെയും പിന്നിൽ ഒരു വ്യക്തിയല്ല, ആ വ്യക്തിയെ ആ ചരിത്ര വിജയത്തിലേക്ക് എത്തിച്ച ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഒരു വിജയി ആകണമെങ്കിൽ, ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും അത് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ കൂടെ ആരൊക്കെയുണ്ട്, അവർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്, അവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു 3 സ്റ്റോറീസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോൾ കരുതപ്പെടുന്ന ഈജിപ്തിലെ പിരമിഡ്, അതെന്തുകൊണ്ടാണ് ഒരു ലോകാത്ഭുതമായി കരുതുന്നത്? കാരണം 4000 വർഷങ്ങൾക്ക് മുമ്പ് 30,000 പേർ 26 വർഷം കഠിന പ്രയത്നം ചെയ്തതിന് ശേഷമാണ് അത്രയും വലിയൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചത്. ആ വലിയ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 2.3 മില്യൺ ബ്ലോക്സ് വെച്ചിട്ടാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഓരോ ബ്ലോക്കിനും 2.5 ടൺ ആണ് വെയിറ്റ്. അപ്പോൾ ഇതുപോലെ ഒരു ഇമ്പോസിബിളാണ്. ഇപ്പോൾ പോലും ഇത്രയും വലിയൊരു വോളിയം ഓഫ് വർക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളത് ആൾക്കാർക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. അത് 4000 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയെങ്കിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു ടീം എഫേർട്ടിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഇപ്പോഴും 4000 വർഷങ്ങളെ അതിജീവിച്ച് ഒരു ലോക അത്ഭുതമായിട്ട് പിരമിഡ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ആ അത്ഭുതം കാണാനായിട്ട് ഈജിപ്തിൽ പോകുന്നുണ്ടെങ്കിൽ, അത് തന്നെ ഒരു പ്രൂഫാണ്
ടീം വർക്കിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ്. അതെ. ശക്തമായിട്ടുള്ള ഈവൻ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വരെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കും ഹൗ യു ക്യാൻ വർക്ക് ഇൻ എ ടീം. അതെ, ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ആൾക്ക് എത്രമാത്രം നന്നായി വർക്ക് ചെയ്യാൻ സാധിക്കുമോ, എത്രമാത്രം നന്നായി ലീഡ് ചെയ്യാൻ സാധിക്കുമോ, അതാണ് പ്രധാനപ്പെട്ട ഫാക്ടർ. എപ്പോഴും എൻ്റെ കോച്ചിങ് വരുന്ന ആളോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്കൊരു സക്സസ്ഫുള്ളായ ആളായി പോകാം, പക്ഷേ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ 10 ഇരട്ടി മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ലീഡ് എ ടീം, ലീഡർഷിപ്പ്. അതെ, ഒരു വ്യക്തിയായി നമുക്ക് നല്ല പെർഫോമറായി മാറാൻ സാധിക്കും. പല സംഭവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ ക്ലയൻറ്റിന് സംഭവിച്ചതാണ്. അതെ, അതെ, ബൈ ഇൻഡിവിജ്വൽ അദ്ദേഹത്തിൻ്റെ KPയിലെല്ലാം അദ്ദേഹം ശക്തനായിരുന്നു. പക്ഷേ വൺസ് ഹി ഇൻഡക്റ്റഡ് ഇൻ ടു എ ടീം അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഒരു പക്ഷേ ഒരു കീ സ്റ്റോൺ ആയിട്ടുള്ളൊരു ടേമായിരിക്കും പറഞ്ഞത് ഹൗ എ പേഴ്സൺ ബിഹേവ് ഇൻ എ ടീം. എത്രമാത്രം ആ ടീമിനെ ഗൈഡ് ചെയ്യാനും ലീഡ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനും സാധിക്കുമെന്നുള്ള ആ സിദ്ധാന്തം. Correct. ഹാർവേർഡിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു അനാലജി ഉണ്ട്, ഉം. എലിഫന്റ് ആൻഡ് റൈഡർ എന്ന് പറയുന്ന ഒരു അനാലജി. ഉം. ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. എലിഫന്റ് എന്ന് പറയുന്നത് വളരെ ശക്തനായിട്ടുള്ള ഒരു ജീവിയാണ്. അതെ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഒരു എലിഫന്റും പാപ്പാനും, ആനയും പാപ്പാനും സ്വിച്ച് എന്ന് പറഞ്ഞ മൂവിയിൽ ഡാൻ ആൻഡ് ചിപ്പ് ഹീത്ത് പറഞ്ഞിട്ടുള്ളൊരു അനാലജിയാണ്. നമ്മുടെ എന്താണ് ഇമോഷണൽ ആൻഡ് ഇൻ്റലക്റ്റ്. ഇമോഷനാണ് എലഫൻറ്റ്, ഇൻ്റലക്റ്റ് ആണ് റൈഡർ. പറഞ്ഞോളൂ. അപ്പോൾ അതിനകത്ത് ആ. ശരിക്കും എലിഫന്റ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. അതെ, നമ്മൾ പലപ്പോഴും ഇന്റലക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. അതെ, അപ്പോൾ പക്ഷേ ഒരു നോർമൽ പാർലർ എടുത്തു കഴിഞ്ഞാൽ ഒരു എലിഫന്റും പാപ്പാനും ഫൈറ്റ് ചെയ്താൽ അല്ലെങ്കിൽ യുദ്ധം ചെയ്താൽ തീർച്ചയായിട്ടും ഈ പാപ്പാൻ പരാജയപ്പെട്ടു പോകും. അതെ, അതെ, എലിഫന്റ് ആയിരിക്കും എപ്പോഴും ജയിക്കുന്നത്. അതെ, പക്ഷെ ഇത്രയും ശക്തനായിട്ടുള്ള വലിപ്പമുള്ള ശക്തിയുള്ള ഒരു ആനയെ ഒരു ചെറിയ പാപ്പാൻ ചെറിയ തോട്ടി കൊണ്ട് എങ്ങനെ മേയിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഈ ഹാർവേർഡിൽ കേസ് സ്റ്റഡി അനാലജി ആയിട്ട് പഠിപ്പിക്കുമ്പോൾ. അതെ, 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 അപ്പോൾ അതിനകത്ത് പറയുന്നത് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഗോൾ, എന്താണ്, എവിടേക്കാണ് ഈ ആനയെ നയിക്കുന്നത്. അതെ, രണ്ടാമത്തെ കാര്യമാണ് വാട്ട് ഈസ് ദ പാത്ത്, അതെ, റൈറ്റ്, ഏത് വഴിയാണ് നയിക്കുന്നത്. അതെ, മൂന്നാമത്തെ കാര്യമാണ് വാട്ട് ഈസ് ദ മോട്ടിവേഷൻ. അതെ, ഈ 3 കാര്യങ്ങളും കൊടുക്കാൻ ഈ ആനയുടെ പാപ്പാന് കഴിയുമ്പോഴാണ് ആ ശക്തനായിട്ടുള്ള ആ ഒരു മൃഗത്തെ അതല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തെ, ഒരു ടീമിനെ നയിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തം പറയുന്നത് എങ്ങനെയാണ്, ഹൗ യു ആർ കേപ്പബിൾ ടു മാനേജ് ഇമോഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. അതിന് ഈ പറഞ്ഞ ഈ ടീം മാനേജ്മെൻറ്റ് സ്കിൽസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അതെ, 100%. പിന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ വളരെ വിജയിക്കുന്ന ആൾക്കാരെയോ സ്ഥാപനങ്ങളെയോ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അവരുടെ പിന്നിൽ നിശബ്ദമായി അദൃശ്യരായി നിൽക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മൾ കാണുന്നില്ല. ഉദാഹരണത്തിന് ഈ ലോകത്തിലെ അമേരിക്കയിലെ അല്ലെങ്കിൽ ഈ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മിഷനാണ് അപ്പോളോ 11. അതിനകത്ത് 1969 നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തുന്നു. നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹം പറഞ്ഞ ഒരു വാചകവുമാണുള്ളത്, എ സ്മോൾ സ്റ്റെപ്പ് ഫോർ എ മാൻ, എ ജയൻറ്റ് ലീപ്പ് ഫോർ ദ മാൻകൈൻഡ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ആ മിഷനിൽ 2 പേരും കൂടി ഉണ്ടായിരുന്നു, ബസ് ആൽഡ്രിനും കോളിൻസും. പക്ഷേ ഇവരുടെ 3 പേരുടെയും പേരുകൾ മാത്രമേ നമ്മുടെ മനസ്സിൽ റെക്കോർഡഡ് ആയിട്ടുള്ളൂ. പക്ഷേ നാസയിൽ 1961 മുതൽ ജോൺ എഫ് കെന്നഡിയുടെ ആ ഒരു മോട്ടിവേഷൻ്റെ ആ ഒരു പിൻബലത്തിൽ 4 ലക്ഷത്തിൽ പരം എൻജിനീയേഴ്സും സ്റ്റാറ്റിസ്റ്റീഷ്യൻസും ആളുകളുമാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ ഏറ്റവും ചെറിയ ആളുടെ മനസ്സിൽ പോലും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കണമെന്നുള്ള ആ ലക്ഷ്യമുണ്ടായിരുന്നു. അത് ഒരു ഫേമസ് സ്റ്റോറിയുണ്ട്. അവിടെ ജോൺ എഫ് കെന്നഡി നാസയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു തൂപ്പുകാരനെ കണ്ടു. അപ്പോൾ ആ തൂപ്പുകാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്, ഐ ആം ഹെൽപ്പിംഗ് ടു പുട്ട് മാൻ ഓൺ മൂൺ. അവിടുത്തെ ഒരു സാധാരണ തൂപ്പുകാരന് പോലും നാസയുടെ അതേ മിഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതാണ് ഒരു സക്സസ്ഫുൾ ടീമിൻ്റെ ഏറ്റവും ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. CEO മാത്രം ചിന്തിച്ചാൽ പോരാ, CFO മാത്രം ചിന്തിച്ചാൽ പോരാ, ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രം ചിന്തിച്ചാൽ പോരാ. ഓരോ എംപ്ലോയിയുടെയും മനസ്സിൽ ഞങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, ആ ലക്ഷ്യത്തിലെത്താനുള്ള ആ ആഗ്രഹം, അതുണ്ടാവുമ്പോഴാണ് ഒരു വലിയ ഒരു ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നത്. അതുമായി ബന്ധപ്പെട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഥയുണ്ട്. ഒരു സ്ഥലത്ത് കുറേ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ വന്ന് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടില്ലേ ഇഷ്ടിക പറക്കി വയ്ക്കുന്നത് കണ്ടില്ലേ. അതെ. രണ്ടാമത്തെ ആൾ വന്നു, രണ്ടാമത്തെ ആളോട് ചോദിച്ചു, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കെട്ടിടം പണിയുകയാണ്. മൂന്നാമത്തെ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളൊരു പള്ളി പണിയുകയാണ്. 4-ാമത്തെ ആളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുകയാണ്. ആ ഒരു മിഷനെക്കുറിച്ച് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടോ അവിടെയാണ് വിജയിക്കുക. അതുതന്നെയാണ് ഈ ഗൂഗിളിൻ്റെ പ്രോജക്റ്റ് അരിസ്റ്റോട്ടിൽ അതിന് പറയുന്ന 2 കാര്യം, ഇമ്പാക്റ്റ് ആൻഡ് മീനിങ്. എത്രമാത്രം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്, എത്രമാത്രം മീനിങ് ആണ് എൻ്റെ ജോലിയിലൂടെ ഉണ്ടാക്കുന്നത്. ആ മീനിങ് തന്നെ ആ ടീമുകൾ കൊടുക്കാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു റഗ്ബി ഗെയിമിൻ്റെ സിനിമയുണ്ട്. ടൈലർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ കോച്ചിൻ്റെ പേര്. ആ ടീം പല പ്രാവശ്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഡേവിഡ് ഗോലിയാത്തും ബന്ധപ്പെട്ട ടീമിലുള്ളൊരു സിനിമയാണ്. പല പ്രാവശ്യം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 6 വർഷം തുടർച്ചയായി ആ ടീം പരാജയപ്പെട്ടു. അപ്പോൾ ആളുകൾ പതുക്കെ പറയാൻ തുടങ്ങി ഈ കോച്ച് നല്ലയാളാണ്, പക്ഷേ ഈ ടീം വിജയിക്കുന്നില്ല, ഈ കോച്ചിനെ നമുക്ക് പറഞ്ഞു വിടാം. അപ്പം അദ്ദേഹം പതിയെ ഈ ജനലിൽ നിന്ന് കേൾക്കുകയാണ്, കമ്പനിയുടെ സ്കൂളിൻ്റെ ഓണർ സംസാരിക്കുന്നു, ഇദ്ദേഹത്തെ കൊണ്ട് ഒരു ഡെഡ് വെയിറ്റ് ആണ് ഇദ്ദേഹം, ഒരു ഗുണമില്ലാത്ത ഒരു മനുഷ്യൻ, പറഞ്ഞു വിടാമെന്ന് ചിന്തിക്കുന്നത്. അദ്ദേഹം അന്ന് വീട്ടിൽ പോയി ആലോചിക്കുന്ന കാര്യമുണ്ട്, കഴിഞ്ഞ 6 വർഷം ഞാൻ പരാജയപ്പെട്ടു, പക്ഷെ എങ്ങനെ വിജയിക്കാം. അന്ന് രാത്രി അദ്ദേഹം ആ ഫുട്ബോൾ ടീമിന് വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണ്, ഒരു മിഷൻ സെറ്റ് ചെയ്യുകയാണ്, വിഷൻ സെറ്റ് ചെയ്യുകയാണ്. പിറ്റേ ദിവസം പോയി ആ കുട്ടികളോട് അദ്ദേഹം ആ തീം പഠിപ്പിക്കുകയും ആ വിഷനിലൂടെ ആ ഫുട്ബോൾ ടീം ആ രാജ്യത്തെ അറിയപ്പെടുന്നൊരു ടീമായി, റഗ്ബി ടീമായി മാറിയ വളരെ മനോഹരമായി ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണത്. ഒരു വിഷൻ കൊടുത്തപ്പോൾ ആ ടീമിനെ എങ്ങനെ മാറ്റുവാൻ ഇത് വളരെ റെലവൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്നോ ഒരു ഇൻസിഡൻറ്റിൽ നിന്നോ ആയിരിക്കില്ല നമുക്ക് ഇത് ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടുക. അത് ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ ഫോർഡ് വേഴ്സസ് ഫെറാറി എന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് മൂവി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഫോർഡിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ലീ ഇക്കോക്ക, അദ്ദേഹം ഫെറാരിയുടെ ഓണറായ എൻസോ ഫെറാരിയെ കാണാൻ പോയി. അപ്പോൾ അവർ കുറച്ച് വാണിജ്യകരമായ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഫെറാരി അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടു. അപ്പോൾ ഫെറാരി 24 hours ഓഫ് ലേമാൻ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർനാഷണൽ കാർ കോമ്പറ്റീഷനിൽ സ്ഥിരമായിട്ട് അവരാണ് ജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ അഹങ്കാരത്തിൻ്റെ പേരിലാണ് അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം അമേരിക്കയിൽ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, ഫെറാരിയെ ആ കോമ്പറ്റീഷനിൽ തോൽപ്പിക്കുന്ന ഒരു മെഷീൻ, ഒരു കാർ നമുക്കുണ്ടാക്കണം. അതിനുശേഷമാണ് അദ്ദേഹം ഓരോരോ കാര്യങ്ങൾക്കായി ആളുകളെ കണ്ടുപിടിക്കുകയും അദ്ദേഹം ഷെൽബി എന്ന് പറഞ്ഞ ഒരു കാർ ഓണറെ കണ്ടുപിടിക്കുകയും കെൻ മൈൽസ് എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറെ കണ്ടുപിടിക്കുകയും ഡിസൈനേഴ്സിനെ കണ്ടുപിടിക്കുകയും എൻജിനീയേഴ്സിനെ കണ്ടുപിടിക്കുകയും ചെയ്ത് അവർ അഹോരാത്രം ജോലി ചെയ്തിട്ടാണ് അവരുടെ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരു കാർ ഉണ്ടാക്കിയത്. അങ്ങനെ 1963 അദ്ദേഹത്തിന് അപമാനം സഹിക്കേണ്ടി വന്നത്. 1966 ലേമെൻസ് 24 hours ലേമെൻസ് കോമ്പറ്റീഷനിൽ 1, 2, 3 സ്ഥാനങ്ങളിൽ ഫോർഡിൻ്റെ കാറായിരുന്നു. അപ്പോൾ ആ മൂവിയിലെ ക്ലൈമാക്സ് രംഗം എന്ന് പറയുന്നത് ഈ കെൻ മൈൽസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ 3 കാറുകളും ഒരു ഫോട്ടോ ഫിനിഷിൽ സഞ്ചരിക്കുന്ന രീതിയിൽ കെൻ മൈൽസ് കുറച്ച് സ്പീഡ് കുറച്ച് കൊടുത്താൽ 3 കാറിനും ഒരേ രീതിയിൽ പോകാം. അപ്പോൾ കെൻ മൈൽസ് എപ്പോഴും ഒരു അച്ചീവ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് പുതിയ ലാപ്പ് റെക്കോർഡ്സ് നേടണമെന്നുള്ള ആഗ്രഹം. പക്ഷേ അവസാനം അദ്ദേഹം ഇരുന്ന് ചിന്തിച്ചപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു, ഒരു മഹത്തായ ഒരു റിവെഞ്ച് അതിന് പാർട്ടാവാനായിട്ട് എനിക്ക് സാധിക്കും. അതുകൊണ്ട് ആദ്യത്തെ 3 കാറുകളും ഒരേ സമയത്ത് ഫോട്ടോ ഫിനിഷിൽ ഫോർഡിൻ്റെ 3 കാറുകൾ 24 hours ലേമൻസിൻ്റെ ഫിനിഷിംഗ് ലൈനിലൂടെ കടന്നു പോകുന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് പറയുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും നമുക്കൊരു ഇൻസൾട്ട് കൊണ്ടായിരിക്കാം ഒരു വലിയ ടീം ബിൽഡ് ചെയ്യാനായിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ടീമിൻ്റെ ബലത്തിലാണ് ഈ ലോകത്ത് കണ്ടിട്ടുള്ള വലിയ കാർ കമ്പനികളും വലിയ രാജ്യങ്ങളും വലിയ ഓർഗനൈസേഷൻസും എല്ലാം ഉണ്ടായിട്ടുള്ളത്, വലിയ മിഷൻസും എല്ലാം ഉണ്ടായിട്ടുള്ളത് ടീമുകളുടെ ശക്തിയിലാണ്. ടാറ്റയുടെയും ഫോർഡിന്റെയും കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ടാറ്റ ഒരിക്കലും അവഹേളിച്ചു വിട്ടെങ്കിലും പിന്നീട് ടാറ്റ അത് തന്നെ തിരിച്ചു വാങ്ങുന്ന മനോഹരമായ ഒരു സ്വീറ്റ് റിവെഞ്ച്. പ്രിയപ്പെട്ട വ്യൂവേഴ്സ്, നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഡോക്ടർ മനു പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യം, പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, പരാജയപ്പെട്ടു പോയ സമയത്ത് എങ്ങനെ പുതിയ പാഠങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുന്നേറുവാൻ സാധിക്കുമെന്നുള്ള മനോഹരമായൊരു കാര്യമാണ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ഈ കമൻറ്റുകളാണ് പുതിയ പോഡ്കാസ്റ്റുകൾ ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ഹൈ പെർഫോമൻസ് കോച്ച് എന്ന നിലയിൽ നിങ്ങളെല്ലാവരെയും ഹൈ പെർഫോമറാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന
വീഡിയോകൾ, എക്സ്പേർട്സ്, ടോപ്പിക്കുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ എനിക്ക് പേഴ്സണലായി കമൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ യൂട്യൂബിൽ കമൻറ്റായി ഇടാൻ സാധിക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ 15 പുസ്തകങ്ങളും 1400-ലധികം യൂട്യൂബ് വീഡിയോകളും ഞാൻ നിങ്ങൾക്ക് നൽകി. എൻ്റെ പുസ്തകങ്ങളായ ഹാബിറ്റ് ബിൽഡർ, മനസ്സിൻ്റെ യജമാനാകാം, ടൈം മാസ്റ്ററി ബ്ലൂ പ്രിന്റ്, ദൈവത്തെ തോൽപ്പിച്ച സാത്താൻ, യൂണിവേഴ്സൽ ലോസ് എന്നിവയെല്ലാം വളർച്ചാ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. ഇത്രയധികം അറിവ് നേടിയിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: വളർച്ച മൈക്രോ തലത്തിലാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നോളജ് പോരാ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ മൈക്രോ ലെവൽ സിസ്റ്റമാണ് ആവശ്യം. അങ്ങനെയാണ് എൻ്റെ 15 പുസ്തകങ്ങളെയും 25 അന്താരാഷ്ട്ര പ്രബന്ധങ്ങളെയും എല്ലാ അറിവുകളും ഫ്യൂഷൻ ചെയ്തുകൊണ്ട് ഞാൻ മൈക്രോ അസെന്റ് മെത്തേഡ് രൂപപ്പെടുത്തിയത്. നിങ്ങളുടെ ശീലങ്ങൾ, മെന്റൽ സ്ട്രെങ്ത്, എക്സിക്യൂഷൻ ഇവയെല്ലാം ഒരുമിച്ച് സ്ട്രക്ചർഡ് ആക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇത്രയും പ്രൂണായ അതോറിറ്റിയുടെ പിന്തുണയുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കുകയില്ല. തെളിയിക്കപ്പെട്ട വഴിയിലൂടെ നിങ്ങൾക്ക് വളരണമെങ്കിൽ എൻ്റെ 45 മിനിറ്റ് കൺസൾട്ടേഷൻ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യുക. നമുക്ക് നേരിൽ കാണാം.